നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ പാർലമെന്റ് നടപടിക്രമങ്ങൾ ലോക്സഭയിൽ ആരംഭിച്ചു. അതിനുശേഷം വന്ദേമാതരം ആലപിച്ചു. വന്ദേമാതരം ആലപിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു എന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. അതായത് വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ വർഷകാല സമ്മേളനം ആരംഭിച്ചത്. രാജ്യത്തെ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം വർഷകാല സമ്മേളനത്തിന് മുമ്പ് ഒട്ടനവധി മാറ്റങ്ങളാണ്, രാഷ്ട്രീയ മാറ്റങ്ങളാണ് ദേശീയ തലത്തിൽ നടന്നത്. നിർണായകമായ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടന്നു. കേരളം, അസം, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ഇങ്ങനെയുള്ള പോണ്ടിച്ചേരി, ഇങ്ങനെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ വളരെ നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഭരണപക്ഷം കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കൊണ്ടുവന്നിരുന്നു. ആ വനിതാ സംവരണ ബില്ല്, അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയ ബില്ല്, ഇതൊക്കെയായിരുന്നു അത്. എന്നാൽ ആ ബില്ലുകൾ പരാജയപ്പെട്ടു. ആ ബില്ലുകൾ പരാജയപ്പെടാൻ കാരണം ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷം ഭരണപക്ഷത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു. അന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും DMKയും കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾ സമാജ്വാദി പാർട്ടിയും അങ്ങനെ RJDയും ഇങ്ങനെയുള്ള എല്ലാ ഘടകകക്ഷികളും ഒരുമിച്ച് നിന്ന് ശക്തമായി തന്നെ വനിതാ സംവരണ ബില്ലിനെയും അതുപോലെ തന്നെ മണ്ഡല പുനർനിർണയ ബില്ലിനെയും ഒക്കെ എതിർക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ബില്ലുകൾ പാസാക്കാൻ കഴിയാതെ പോയതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ആ മാപ്പിന് വലിയ വിലയുണ്ടായിരുന്നു. പ്രതിപക്ഷത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു ആ മാപ്പപേക്ഷ എന്ന് തന്നെ പറയാം. തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ദേശീയ രാഷ്ട്രീയം ആകെ മാറി. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിരുന്ന DMK കോൺഗ്രസിൽ നിന്നും പിണങ്ങി മാറി, ഇന്ത്യ മുന്നണിയിൽ നിന്നും പുറത്തുപോയി. അവർക്ക് പ്രത്യേക ബ്ലോക്കായി ഇരിക്കണം എന്ന് അവർ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകുന്നു. സ്പീക്കർ അത് അനുവദിക്കുന്നു. അതായത് കോൺഗ്രസും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മുസ്ലിം ലീഗുമെല്ലാം വിജയ് എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ TVKയുടെ അധ്യക്ഷന് പിന്തുണ നൽകിക്കൊണ്ട് അവിടെ തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണിയിൽ നിന്നും പുറത്തുപോയി. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയിൽ തുടരേണ്ട കാര്യമില്ല എന്ന് DMK തീരുമാനിച്ചത് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയായി. തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ പരാജയപ്പെട്ടു. 15 വർഷം നീണ്ടുനിന്ന ഭരണത്തിന് അന്തിമമായതോടുകൂടി പാർട്ടി അപ്പാടെ അവിടെ തകരുകയായിരുന്നു. 80 MLAമാർ ജയിച്ചു വന്നെങ്കിലും ഇതിൽ 20 എണ്ണം ഒഴികെ ബാക്കി എല്ലാവരും പാർട്ടി വിട്ടുപോയി. ഭൂരിപക്ഷം MPമാരും പാർട്ടി വിട്ടുപോയി. ഇവരെല്ലാം NDA പക്ഷത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം, ആ വിഭാഗത്തിലെ 9 MPമാർ നേരെ NDA മുന്നണിയിലുള്ള ഷിൻഡെ വിഭാഗത്തിലേക്ക് ചേർന്നു. ഇങ്ങനെ വലിയ പരാജയം, വലിയ തിരിച്ചടി. അതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ചത്. ഈ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം കണക്കുകൾ പരിശോധിക്കുമ്പോൾ NDAക്ക് കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് 3/2 ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് ഭരണഘടനാ ഭേദഗതി പോലും വന്നാൽ രാജ്യസഭയിലും ലോക്സഭയിലും നിഷ്പ്രയാസം NDAക്ക് പാസാക്കിയെടുക്കാൻ കഴിയും എന്ന സ്ഥിതി വന്നു. ആം ആദ്മി പാർട്ടിയിലെ 10 രാജ്യസഭാ MPമാരാണ് ഒറ്റയടിക്ക് നേരെ BJPയിലേക്ക് വന്നത് എന്നോർക്കണം. ഇങ്ങനെയുള്ള വമ്പൻ രാഷ്ട്രീയ മാറ്റങ്ങൾ ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയായിരിക്കും, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമായിരിക്കും ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ വർഷകാല സമ്മേളനത്തിൽ പാസ്സായാൽ ഉണ്ടാവുക. BJPക്കും അത് NDAക്കും ഉണ്ടാക്കുന്ന തരംഗം അല്ലെങ്കിൽ പ്രയോജനം അത് ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഈ വർഷകാല സമ്മേളനം കലക്കാൻ അങ്ങേയറ്റത്തെ പണി നോക്കിയത്. അതിന് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭവും അതുപോലെ തന്നെ ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയും അയോധ്യയിലെ സംഭാവന കൊള്ളയുമെല്ലാം കാരണമായി എന്ന് മാത്രം. പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം ആ ബില്ലുകൾ, വളരെ പ്രധാനപ്പെട്ട FCRA അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെന്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ആദ്യം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ചർച്ച ആവശ്യപ്പെട്ട പ്രതിപക്ഷം ഭരണപക്ഷം ചർച്ച അനുവദിച്ചപ്പോൾ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമുയർത്തി. വിദ്യാഭ്യാസ മന്ത്രിയും രാജിവെച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അമിത്ഷാ പ്രസ്താവന നടത്തണം എന്ന ആവശ്യത്തിലേക്ക് മാറി. അങ്ങനെ ഈ പാർലമെന്റ് സമ്മേളനം അനുദിനം തടസ്സപ്പെടുത്താനായി ഓരോ കാരണങ്ങൾ പ്രതിപക്ഷം കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും ഇപ്പോൾ വർഷകാല സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ലോക്സഭ അതിരാവിലെ തന്നെ പിരിഞ്ഞു.
പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമെന്ന പോലെ തന്നെ അമിത്ഷാ ഈ ലോക്സഭയിൽ ഹാജരാകുന്ന സാഹചര്യമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായുമെല്ലാം ലോക്സഭയിൽ ഇന്ന് ഹാജരാകുന്നത് നമ്മൾ കണ്ടു. ഈ വർഷകാല സമ്മേളനത്തിൽ ആദ്യമായിട്ടാണ് അമിത്ഷാ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തത്, ലോക്സഭയിൽ പങ്കെടുത്തത്. ആ ആവശ്യം അമിത്ഷാ എവിടെ എന്ന ചോദ്യമൊക്കെയായി കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം വലിയ ബഹളമുണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ബഹളത്തിന് പാർലമെന്റിൽ അല്ലെങ്കിൽ കൂടി മാധ്യമങ്ങളിലൂടെ അമിത്ഷാ മറുപടി പറഞ്ഞു. അതായത്, ഞാൻ പാർലമെന്റിൽ വരാം, വർഷകാല സമ്മേളനം തുടങ്ങിയ അന്ന് മുതൽ ഇന്നുവരെ പാർലമെന്റിൽ ഞാൻ കൃത്യസമയത്ത് എത്തുന്നുണ്ട്, പക്ഷേ സഭാ ഹാളിൽ പ്രവേശിക്കുന്നില്ല, ഞാൻ എൻ്റെ ചേംബറിൽ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഭാ ഹാളിൽ പ്രവേശിക്കാത്തത്? അതിനവിടെ സഭ നടന്നിട്ട് വേണ്ടേ? സഭ നടത്താൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. സഭയിൽ വലിയ ബഹളം നടക്കുകയാണ്. ഒന്നല്ലെങ്കിൽ രണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സഭ നിരന്തരം പ്രതിപക്ഷം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ബഹളം നിറഞ്ഞ സഭയിൽ പോയി എന്തെടുക്കാനാണ് എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ ചോദിച്ചത്. തീർച്ചയായും രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു ചോദ്യമായിരുന്നു അത്. പ്രതിപക്ഷം ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടേയിരുന്നാൽ, ബഹളം വെച്ചുകൊണ്ടേയിരുന്നാൽ താൻ അവിടെ പോയിട്ട് എന്ത് കാര്യമാണ്? സഭ നേരെ ചൊവ്വേ നടന്നു കഴിഞ്ഞാൽ അവിടെ പോകുന്ന കാര്യം പരിഗണിക്കാം. ഇതാണ് ഇന്നലെ പറഞ്ഞത്. മാത്രമല്ല, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്ത കാര്യത്തിൽ ഇതിലെല്ലാം ചർച്ചയാകാം. ഇന്ന് വൈകുന്നേരം 3 മണി മുതൽ, അതായത് ഇന്ന് വൈകുന്നേരം 2 മണിക്ക് മുമ്പ് നിങ്ങൾ സ്പീക്കർക്ക് കത്ത് നൽകൂ. 3 മണി മുതൽ ചർച്ച ആരംഭിക്കാം. നാളെ വൈകുന്നേരം 3 മണി വരെ 24 മണിക്കൂറും ഞാൻ സഭയിൽ ഇരിക്കാം. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. സർക്കാരിന് ഈ കാര്യത്തിൽ ഒളിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ് എന്ന് അറിയിക്കുകയായിരുന്നു. സത്യത്തിൽ അമിത്ഷാ ഇത് പ്രതിപക്ഷവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഭരണപക്ഷവും പ്രതിപക്ഷവും സ്പീക്കറുടെ സാന്നിധ്യത്തിൽ ഈ പാർലമെന്റ് സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചില ചർച്ചകൾ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ചർച്ചകളിൽ പാർലമെന്റ് സമ്മേളന ദിവസങ്ങൾ വർദ്ധിപ്പിക്കാം എന്നാണ് ഭരണപക്ഷം പറഞ്ഞത്. പക്ഷേ ചർച്ച നടക്കട്ടെ, എന്നാൽ പ്രതിപക്ഷം ആ ചർച്ചയുടെ ആവശ്യമില്ല, അമിത്ഷാ സ്റ്റേറ്റ്മെന്റ് മാത്രം നടത്തിയാൽ മതി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ അതിന് ഭരണപക്ഷം തയ്യാറായിരുന്നില്ല. അതോടുകൂടിയാണ് ഇന്ന് രാവിലെ വന്ദേമാതരം ആലപിച്ചുകൊണ്ട് ലോക്സഭയുടെ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് സഭ തൽക്കാലത്തേക്ക് പിരിഞ്ഞത്. എന്നാൽ രാജ്യസഭയിൽ ചില ബില്ലുകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുണ്ടായിരുന്നു. അതും കൂടി പൂർത്തിയാക്കി ഇപ്പോൾ രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ഈ വർഷകാല സമ്മേളനം. അതായത് ഈ വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലുമെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി വരുമെന്നും ആ ബില്ലുകൾ പാസ്സാകുമെന്നും രാജ്യം ആഗ്രഹിച്ചു പോയി. കാരണം ഈ കഴിഞ്ഞുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അത്തരം നിയമങ്ങൾ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നാണ്. അതിനെ എതിർത്ത DMKയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും എല്ലാം ഇന്ന് ജനങ്ങളുടെ ശിക്ഷ ഏറ്റുവാങ്ങി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ ആവശ്യമായ നിയമ ഭേദഗതികളായിരുന്നു, നിയമനിർമ്മാണമായിരുന്നു. പക്ഷേ ആ നിയമനിർമ്മാണം തടസ്സപ്പെട്ടു. ആ നിയമനിർമ്മാണം നടന്നിരുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അതൊരു വലിയ തിരിച്ചടിയായി മാറുമായിരുന്നു. ആ തിരിച്ചടി ഭയന്നിട്ടാണോ ഇത്രയധികം ദിവസങ്ങൾ നീണ്ടുനിന്ന വർഷകാല സമ്മേളനത്തിൻ്റെ എല്ലാ ദിവസവും ബഹളമുണ്ടാക്കി ഈ വർഷകാല സമ്മേളനം പരാജയപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമാണോ ഇപ്പോൾ ഇന്ത്യയിലുള്ളത്? പാർലമെന്റ് ചർച്ചയുടെ വേദിയാകണം. പാർലമെന്റ് നിരന്തരം തടസ്സപ്പെടുത്തുന്നത് ഏത് സമരത്തിൻ്റെ പേരിലായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു കറുത്ത അധ്യായമായി ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ വർഷകാല പാർലമെന്റ് സമ്മേളനം മാറുകയാണ്.